നമസ്കാരം. ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന മാന്യതയും മര്യാദയും മനുഷ്യത്വവും ഒക്കെ ഇല്ലാതാകും. അതിനൊരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ എടുക്കാം. ഗണേഷ് കുമാറിന്റെ സ്വഭാവത്തെക്കുറിച്ച് പ്രത്യേകം വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലെ ഗണേഷ് കുമാർ സുരേഷ് ഗോപിയെ പരിഹസിച്ചു പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. കമ്മീഷണർ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷവും ദിവസങ്ങളോളം സുരേഷ് ഗോപി IPS ഉദ്യോഗസ്ഥന്റെ തൊപ്പി തന്റെ കാറിന്റെ പിന്നിൽ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു എന്നാണ് ഗണേഷ് കുമാറിന്റെ ഒരു പരിഹാസം. അതവിടെ നിൽക്കട്ടെ. ഗണേഷ് കുമാറിന് സുരേഷ് ഗോപിയെ പരിഹസിക്കാനുള്ള യോഗ്യത പോയിട്ട് അദ്ദേഹത്തിന്റെ പേരുച്ചരിക്കാനുള്ള യോഗ്യതയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം. കാരണങ്ങൾ ഒരുപാടുണ്ട്. സുരേഷ് ഗോപിക്ക് ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തോട് അദ്ദേഹത്തിന് അടുപ്പവുമുണ്ട്. വിവാഹ ചടങ്ങുകളിലും മറ്റും കഴിവതും അദ്ദേഹം ഭാര്യ രാധികയോടൊപ്പം പോകാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇനി അഥവാ സുരേഷ് ഗോപി സ്ഥലത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ തങ്ങൾ ക്ഷണിക്കപ്പെടുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാറുമുണ്ട്. ഗണേഷ് കുമാറോ? എന്നാൽ ഗണേഷ് കുമാർ അങ്ങനെയാണോ? അദ്ദേഹം ആദ്യം ഒരു വിവാഹം കഴിച്ചു. ആ വിവാഹ ബന്ധത്തിനിടയിൽ താൻ അനുഭവിച്ചതൊക്കെ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ്. ഇനി അടുത്തത്, താൻ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിന്ന് നല്ലൊരു പങ്ക് അർഹതപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. എത്രയോ പേർക്ക് സുരേഷ് ഗോപി കാരണം ജീവിതം തിരിച്ചു കിട്ടി. എന്നാൽ ഗണേഷ് കുമാർ ആർക്കെങ്കിലും 10 പൈസ കൊടുത്ത ചരിത്രമുണ്ടോ? തൻ്റെ മണ്ഡലത്തിലെ 1-2 പേർക്ക് ചെറിയ സഹായങ്ങൾ നൽകുകയും അതൊക്കെ സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കുന്നതിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നയാളാണ് ഗണേഷ് കുമാർ. സുരേഷ് ഗോപിയൊക്കെ ചെയ്യുന്ന സിനിമയിൽ ചെറിയ റോളൊക്കെ ചെയ്തു തന്നെയാണ് മന്ത്രിയാകുന്നത് വരെ ഗണേഷ് കുമാർ പിഴച്ചു പോന്നിരുന്നത്. ഗണേഷ് കുമാർ സിനിമയിൽ വന്നിട്ട് 10-35 വർഷങ്ങളെങ്കിലും ആകും. സുരേഷ് ഗോപിയും ഏതാണ്ട് അത്രയൊക്കെ തന്നെ. കളിയാട്ടം, ഭരത്ചന്ദ്രൻ IPS, കമ്മീഷണർ, മണിച്ചിത്രത്താഴ്, 20-ാം നൂറ്റാണ്ട്, പത്രം, ലേലം, ഏകലവ്യൻ, ഇന്നലെ, അങ്ങനെ സുരേഷ് ഗോപി അവതരിപ്പിച്ച പ്രേക്ഷകരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എന്നാൽ ഗണേഷ് കുമാറിനോ? ഒരൊറ്റ കഥാപാത്രം പോലും ഗണേഷ് കുമാറിൻ്റെതായി ഓർത്തെടുക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ അവിടെയും ഗണേശൻ സുരേഷ് ഗോപിയുടെ മുന്നിൽ വട്ടപൂജ്യം. ഇനി സഹോദര സ്നേഹത്തിന്റെ കാര്യം എടുത്താലോ? സുരേഷ് ഗോപി ഇപ്പോഴും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുമായി അടുപ്പം പുലർത്തുന്നുണ്ട് എന്നാണ് അറിവ്. ചുരുങ്ങിയ പക്ഷം അദ്ദേഹം കൂടപ്പിറപ്പുകൾക്കെതിരെ കോടതി കയറി ഇറങ്ങിയിട്ടില്ല. ഗണേശനോ? സ്വത്ത് തർക്ക കേസിൽ അദ്ദേഹത്തിനെതിരെ സ്വന്തം സഹോദരി തന്നെ കോടതി കയറിയിരുന്നു. അപ്പോൾ അവിടെയും ഗണേഷ് കുമാർ പൂർണ്ണ പരാജയം. മരണപ്പെട്ടു പോയ ആദരണീയനായ ഉമ്മൻചാണ്ടിയെ ഗണേഷ് കുമാർ അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനെ കേരളത്തിലെ കുപ്രസിദ്ധ വിവാദ നായികയുടെ ഭർത്താവായ വ്യക്തി മന്ത്രിമന്ദിരത്തിൽ കയറി പഞ്ഞിക്കിട്ട കാര്യം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അന്തരിച്ച നടി ശ്രീവിദ്യയുടെ സ്വത്തുമായി ബന്ധപ്പെട്ടും ഗണേഷ് കുമാറിനെതിരെ ആരോപണമുണ്ടായിരുന്നു. എല്ലാം സഹിക്കാം, എൻ്റെ ഭാര്യയിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രം ഗണേശൻ എൻ്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവ് R ബാലകൃഷ്ണപിള്ള തന്നെയാണ്. അപ്പോൾ സ്വന്തം പിതാവിന് പോലും അറിയാം ഗണേശൻ ആരാണെന്നും എന്താണെന്നും. നമ്മൾ ഒരാൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ മറ്റു 4 വിരലുകൾ നമ്മുടെ തന്നെ നേർക്കാണെന്ന് നമ്മൾ മറന്നു പോകുന്നു പലപ്പോഴും. അതാണ് ഗണേശന് പറ്റിയത്. ഗണേശൻ ഈ പൊട്ടത്തരം പറഞ്ഞപ്പോൾ കുറെ വിഡ്ഢികൾ ചുറ്റും നിന്ന് കാര്യം അറിഞ്ഞോ അറിയാതെയോ ചിരിക്കുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും രസകരം. എന്തായാലും സുരേഷ് ഗോപിക്കെതിരെയുള്ള ഗണേശന്റെ പരിഹാസത്തെക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ ചർച്ച സജീവമാണ്. അക്കൂട്ടത്തിൽ വന്ന ഒരു കമന്റ് ഇവിടെ എടുത്തു പറയാതെ വയ്യ. സുരേഷ് ഗോപിയുടെ കാറിന്റെ പിന്നിൽ IPS ഉദ്യോഗസ്ഥന്റെ തൊപ്പിയായിരുന്നെങ്കിൽ ഗണേശന്റെ കാറിന്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുപ്രസിദ്ധ വിവാദ നായികയുടെ ഷഡ്ഡിയായിരുന്നു എന്നായിരുന്നു ഒരു വിരുദ്ധന്റെ കമന്റ്. രാഷ്ട്രീയമാകാം, പക്ഷേ അവിടെ വ്യക്തിബന്ധത്തിന് വില കൊടുക്കണം. മുമ്പും സുരേഷ് ഗോപിയെ ഗണേഷ് കുമാർ അവഹേളിച്ചിട്ടുണ്ട്. അദ്ദേഹം നോയമ്പ് കഞ്ഞി കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മികൾ കൈയടിക്കുമെന്ന് കരുതി എന്തൂളത്തരവും പറയാമെന്നുള്ളത് വിഡ്ഢിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് ഗണേഷ് കുമാർ തന്നെയാണ്. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും പൊങ്ങി വരും. അത് നാണക്കേടാക്കുന്നത് ഗണേഷ് കുമാറിന് തന്നെയായിരിക്കും.